പിന്നെ ഇഷ്ടമല്ല. യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഹബീബ് ചോദിച്ചത്, വേണ്ട, നീ മാതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്തോളൂ, അത് ചെയ്താൽ മതി, യുദ്ധത്തിന്റെ കൂലി നൽകാം. മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ടവരെ, നാം ചിന്തിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അടുപ്പ് എത്ര ഉണ്ടോ വെറുപ്പുണ്ടാവില്ല. പോട്ടെ, നമ്മുടെ ഭാര്യയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഛർദ്ദിച്ചതെങ്കിൽ ഉണ്ടാവുമോ? ഇല്ല. ഒരു നിമിഷം നാം രഹസ്യമായി ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് ചില വികാര തള്ളിച്ചുകളിൽ നമുക്ക് നജസ്സുകൾ വരെ നാം പരിഗണിക്കാറുണ്ടോ? വെറുപ്പ് കാണിക്കാറുണ്ടോ? എന്റെ മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കുക. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നൊന്നും വെറുക്കാൻ മുഅ്മിന് കഴിയില്ല. ഖുർആൻ പറയുന്നു, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ. ഓ ജനങ്ങളെ, നബി മുഅ്മിനീങ്ങളോട് ഏറ്റവും കടപ്പെട്ട വ്യക്തിയാണ്. അവിടുത്തെ ഭാര്യമാര് അവരുടെ ഉമ്മമാരാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്ത് സ്നേഹിച്ച രൂപമാണ് ഞാൻ പറഞ്ഞത്. ഹദീസ് കഴിഞ്ഞിട്ടില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, വഇദാ അമറഹും, നബി അവരോട് കൽപ്പിച്ചാൽ, ഇബ്തദറു അംറഹു, കൽപ്പന നിറവേറ്റാൻ വേണ്ടി അവർ ഉളരി ഓടുന്നതാണ്. വഇദാ തവല്ലാ, നബി തങ്ങൾ വളു എടുത്താൽ, കാദൂ യഖ്തതിലൂന അലാ വളൂഇഹി, ആ ജലഗണങ്ങൾ ഉറ്റി വീഴുമ്പോൾ അതെടുക്കാൻ വേണ്ടി അവർ തിരക്കിലാണ്, യുദ്ധത്തിലാണ്. വഇദാ തകല്ലമ, നബിതങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഖഫിളു അസ്വാതഹും, അവർ ശബ്ദം താഴ്ത്തി കൂടെ സംസാരിക്കില്ല. ഇൻദഹു, നബിതങ്ങളുടെ അടുത്ത് വെച്ച്, വമാ യഹുദ്ദൂന അൻ-നളറ ഇലൈഹി തഅളീമൻ ലഹു, നബിയോടുള്ള ആദരവ് കാരണം കണ്ണുകൊണ്ട് തീഷ്ണമായി നബി അവര് ഉറ്റുനോക്കാറില്ല. ഇങ്ങനെയാണ് സ്വഹാബത്ത് നമുക്ക് മാതൃകയാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച സ്വഹാബത്ത് ഹബീബിനെ സ്നേഹിച്ചത്. ഇങ്ങനെ സ്നേഹിക്കാൻ ഈ സദസ്സിലേക്ക് അഷ്റഫുൽ ഖൽഖ് കടന്നു വരികയാണെന്നൊന്ന് സങ്കല്പിച്ചു നോക്കി. സങ്കല്പിക്കാലോ? അങ്ങനെ കടന്നു വരികയാണെങ്കിൽ ആ നിലയ്ക്ക് റസൂലുള്ളാഹിനെ ബഹുമാനിക്കാനും ആദരിക്കാനും ഇക്കൂട്ടത്തിൽ ആരൊക്കെ തയ്യാറുണ്ടോ അക്കൂട്ടത്തിൽ അള്ളാഹു നമ്മെ പെടുത്തി തെരുമാറാക്കട്ടെ. അതാരാണെന്ന് അല്ലാത്തവരാരാണെന്ന് ഞാൻ പറയുന്നില്ല. ഹബീബായ നബിയെ കുറിച്ച് ഇപ്പൊ അടുത്ത് പ്രബോധനം 2 മാസത്തിനിടയിലുള്ള ഒരു പത്രം, നമ്മള് വലിയ ആലിമികളുടെ ഫോട്ടോ കയ്യിൽ കാണാം. ആ പത്രത്തില് ഒരു മൗദൂദി എഴുതിയതായി കാണാം. പിന്നെ ഹബീബായ നബി തങ്ങളുടെ ആസാറുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് ബറക്കത്തെടുക്കുക എന്നത് ശിർക്ക് തന്നെയാണ്. നാം ചിന്തിക്കണം സഹോദരന്മാരെ. അല്ലാഹു ആ വിഭാഗത്തിന്റെ ഷർറിനെ തൊട്ട് നമ്മുടെ മക്കളെയും നമ്മെയും കുടുംബത്തെയും ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാക്കട്ടെ. നാം എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. ഹബീബായ നബിയെ കുറിച്ച് ആണ് കളിക്കുന്നത്. പിന്നെ എന്ത് ഈമാനാണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല ഈമാൻ, മുഹമ്മദുർ റസൂലുള്ളാഹ്, അത് പൂർണ്ണമാവണം. മഹാന്മാരായ സ്വഹാബത്ത് അവിടത്തെ തുപ്പുനീരും അവിടത്തെ വിസർജ്യ വസ്തുക്കളൊക്കെ തന്നെ ഞാൻ എണ്ണി പറയുന്നില്ല. അവർ ബറക്കത്തെടുത്തിട്ടുണ്ട്, അവരാദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. മുആവിയ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഉപ്പാക്ക് വളരെയധികം പേടിയുണ്ട്. കാരണം കുറച്ച് ദുനിയാവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് അവരുടെ താഴ്മയാണ് അവർ പറയുന്നത്. മകനെ വിളിച്ച് വസിയത്ത് ചെയ്യുന്നു. ഉപ്പാക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഉപ്പ വഫാത്തായി കഴിഞ്ഞാൽ, മോനെ, ഉപ്പായുടെ കീസിൽ അതേ ഒരു വസ്ത്രമുണ്ട്. ഏതാണ് ആ വസ്ത്രം? ഹബീബായ നബിതങ്ങൾ ഒരു ദിവസം വുളൂഇന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് എന്റെ ഷർട്ട് കീറിയത് കണ്ടപ്പോ ഹബീബിന്റെ ധരിച്ച ഷർട്ട് എനിക്ക് ഊരിത്തന്നു. ഞാനതൊരിക്കൽ ധരിച്ചു പിന്നീട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു അമാനത്ത് സ്വത്തായിട്ട്. എന്തിനു വേണ്ടിയാണ് സൂക്ഷിച്ചതെന്നറിയുമോ? എന്റെ കഫംപുടയിൽ വെക്കാനാണ്.
കഫംപുടയിൽ ഹബീബിന്റെ ഇത്രയും വലിയ തവസ്സുൽ ഇസ്തിഗാസ എന്താണുള്ളത് സഹോദരന്മാരെ? അള്ളാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ഈമാൻ കാമിലാക്കി തരുമാറാകട്ടെ. മുആവിയ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി മകനെ വിളിച്ച് കൊടുക്കുന്ന വസിയ്യത്ത് ഭരണാധികാരിയാണ്, ഒരുപാട് ഭരണം നടത്തിയ നേതാവാണ്. ആ സ്വഹാബിയുടെ അന്ത്യാഭിലാഷം മകനോട് പറയുന്നത്, മോനെ, ആ ജനാസ കഫംപുട വിരിച്ചതിന് ശേഷം ഉപ്പയുടെ ജനാസ വെക്കുന്നതിന് മുമ്പ് ശരീരത്തിൽ ഒട്ടി നിൽക്കാൻ വേണ്ടി ഹബീബിന്റെ ഷർട്ട് എനിക്ക് ധരിപ്പിക്കണം മകനെ. സ്വഹാബിമാര് ഹബീബിനെ സ്നേഹിച്ചതാണ്. അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു നമുക്കറിയാം. ആ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 10 കൊല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ലോകം ഭരിക്കുന്ന സമയത്ത് ഈജിപ്തിന്റെ ഗവർണറായി ജോലി ചെയ്ത അബ്ദുല്ലാഹ് മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് മകനെ വിളിച്ച് വസിയത്ത് ചെയ്യുന്നു, മോനെ, ഉപ്പ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആ സമയത്ത് ഹബീബായ നബിയുമായി വല്ലാത്ത ടച്ചായിരുന്നു, വല്ലാത്ത അടുപ്പമായിരുന്നു. നബി തങ്ങൾ എനിക്ക് കൈ തന്നിട്ടുണ്ട്, ഞാൻ ആ കൈ പിടിച്ചിട്ടുണ്ട്. ആ സമയത്തെങ്ങാനും ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ എനിക്ക് വല്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷേ അതിനുശേഷം ഒരുപാട് കാലം ദുനിയാവുമായി ഞാൻ ബന്ധപ്പെട്ടു പോയി മോനെ. ഹറാമ് ചെയ്തിട്ടല്ല എങ്കിലും ഭരണരംഗത്ത് വല്ലതും വന്നുപോയോ, ആരെങ്കിലും വല്ല വ്യക്തികളുടെയും അഭിമാനത്തിന് ഛേദം വരുത്തുന്ന പ്രവർത്തനം സംഭവിച്ചു പോയോ എന്നൊക്കെയുള്ള അവരുടെ സൂക്ഷ്മതയും കൊണ്ടുള്ള പേടിയാണ്. അതുകൊണ്ട് പറയുന്നു, മോനെ, ഉപ്പ വഫാത്തായി കഴിഞ്ഞാൽ ഉപ്പയുടെ കീസിൽ ഒരു പ്രത്യേക അളുക്കുണ്ട്. ആ അളുക്കിലതാ റസൂലുള്ളാഹി തങ്ങള് നഖം മുറിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് വീണ നഖത്തിന്റെ പൊട്ടുകൾ ഉപ്പ എടുത്തു വെച്ചിട്ടുണ്ട്. അതേ, ഹബീബ് മുടിവെട്ടുന്ന സമയത്ത് തെന്നിമാറി തെറിച്ച് വന്ന് വീണുപോയ ചെറിയ മുടി കഷ്ണങ്ങൾ ഉപ്പ സൂക്ഷിച്ചിട്ടുണ്ട്. ഉപ്പാനെ കഫംപുടയിൽ കെടുത്തിയതിന് ശേഷം ഉപ്പയുടെ 2 കണ്ണിലും മൂക്കിലും വായിലും ആ നഖപ്പൊട്ടുകളും ആ രോമകഷ്ണങ്ങളും ഇട്ട് തരണം മോനെ. എനിക്ക് വല്ല വസ്തുക്കളും എനിക്ക് ഉപകാരം ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ഉപകരിക്കും മോനെ. മഹാനായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, ഇതാണ് സ്വഹാബത്തിന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാട് ഇന്നും തുടരുകയാണ്. ആ നബിയോട് അവർ അന്ന് കാണിക്കാൻ പറ്റിയിരുന്ന ശാരീരിക ബന്ധം പുലർത്താൻ പറ്റിയിരുന്നവർ ആ നിലക്ക് തുടങ്ങി വെച്ചത് ഇന്നും അണിമുറിയാതെ, അതേ വരി തെറ്റാതെ ആ കാലം മുതൽ അന്ന് മുതൽ ഇന്ന് വരെ അവിടുത്തെ അന്ത്യവിശ്രമ കേന്ദ്രത്തിലേക്ക് ജനങ്ങളുടെ പ്രവാഹമാണ്. റിഫായി ശൈഖ് തങ്ങള് അവിടെ ചെന്നു, ഫീ ഹാലത്തിൽ തുടങ്ങി അവിടുന്ന് ഒരുപാട് തപസ്സുര ചെയ്തുകൊണ്ടും മറ്റും ഹബീബിന്റെ കൈ ചോദിച്ചു. അതിനുശേഷം ഇതാ കടന്നു വന്നു നമ്മുടെ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാളി റളിയല്ലാഹു തആല അൻഹു, ആശിഖുർ റസൂൽ, മഖ്ദൂമുമാർ, അവരൊക്കെ തന്നെ ഹബീബിനെ വല്ലാതെ സ്നേഹിച്ചു വാഴ്ത്തി എഴുതി പാടി. അതാ ഉമറുൽ ഖാളി തങ്ങൾ അവസാന നബിയെ കാണാൻ മദീനയിലേക്ക് ചെന്നു. അവിടെ ചെന്നുകൊണ്ട് പാറാവുകാര് മദീനയിലെ റൗള ഷരീഫിന്റെ ഗേറ്റ് ഒന്ന് തുറന്നു തരാൻ പറഞ്ഞപ്പോൾ വിസമ്മതിച്ചു. അവരെ ആട്ടിയോടിച്ചു. ഉമറുൽ ഖാളി തങ്ങൾ മദീനയുടെ പൂമുറ്റത്തേക്ക് മലർന്നു വീണപ്പോൾ അവിടുത്തെ ദുർദഖവന പാടവം കൈരളി കണ്ടു, ലോകം കണ്ടു. പ്രവാചക സ്നേഹത്തിൽ ചാലിച്ചെടുത്ത കവിതകളങ്ങ് ശരം കണക്കെ അങ്ങ് പ്രവഹിച്ചു. യക്റമൽ ഖൽഖിമാ ലിലാക്റമൽ ഖുറമാ അലാ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബിക്കും യർജുൽ ലതാലൽ ബുകായി ബിബാബിക്കും വദ്ദമു